ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ പ്രഭാതത്തിലായപ്പോൾ അവന്റെ ഐഹികമായ ലോകത്തിന്റെ ബുദ്ധിമുട്ടുകളാണ്, സങ്കടങ്ങളാണ് അവന്റെ വലിയ കാര്യങ്ങൾ എങ്കിൽ ജഅലല്ലാഹുൽ ഫഖ്റ ബൈന ഐനൈ, അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിലും അല്ലാഹു ദാരിദ്ര്യത്തെ നിക്ഷേപിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അവൻ 50,000 ശമ്പളം കിട്ടിയിട്ട് കാര്യമില്ല, അവന് ലക്ഷങ്ങൾ ശമ്പളം കിട്ടിയിട്ടോ വരുമാനം ഉണ്ടായിട്ടോ കാര്യമില്ല. ജഅലല്ലാഹുൽ ഫഖ്റ ബൈന ഐനൈ. ചില ആളുകളെ കണ്ടിട്ടില്ലേ നമ്മൾ അങ്ങനെ. എന്നാൽ നേരെ തിരിച്ചും കാണാം നമുക്ക്. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവരെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. എല്ലാവർക്കും ഒരേ ശമ്പളമാണ്, എല്ലാവർക്കും ഒരേ ജോലിയാണ്, ഒരേ അധ്യാപകന്മാരാണ്, അതല്ലെങ്കിൽ ഓഫീസ് ജോലിയാണ്. പക്ഷേ ഇവനാണെങ്കിൽ സങ്കടം തീർത്താൽ തീരുന്നില്ല, അവൻ്റെ കടം തീർത്താൽ തീരുന്നില്ല. എന്നാൽ മറ്റേയാളോ, അയാൾ വീടെടുക്കുന്നു, അയാൾ മക്കളെ കല്യാണം കഴിപ്പിക്കുന്നു, അയാൾ എത്രയോ സൗകര്യപ്രദമായ രീതിയിൽ ജീവിക്കുന്നു, അയാൾക്ക് വാഹനമുണ്ട്, അയാൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. എന്റെ കാര്യം, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൽബിൽ ദുനിയാവിനോടുള്ള പ്രേമവും ആർത്തിയും ഉണ്ടാവുകയില്ല. ഇങ്ങനെയായാൽ ഒന്നാമത്തേത് ഹൃദയത്തിൽ നിന്നൊരിക്കലും മുറിഞ്ഞു പോകാത്ത സങ്കടമാണ്. വശുഗ്ലൻ ലാ യതഫറഗു മിൻഹു അബദാ, ഒരിക്കലും വിരമിക്കാത്ത ജോലിയിൽ അവൻ വ്യാപൃതനാവും. അവന് കുടുംബത്തിൽ പോയാലും സുഖം ഉണ്ടാവില്ല, ഭാര്യയുടെ അടുക്കൽ പോയാലും അവന് സന്തോഷം ഉണ്ടാവില്ല, മക്കളുമായിട്ടൊന്ന് ചിരിക്കാൻ അവന് സമയമില്ല. ദുനിയാവിന്റെ പിന്നാലെ പോയാൽ മനസ്സിലുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വഫഖറൻ ലാ യബ്ലുഗു ഗിനാഹു അബദാ, ഒരിക്കലും ഐശ്വര്യമെത്തിക്കാത്ത ദാരിദ്ര്യം. ഒന്ന് സങ്കടം, രണ്ടവന്റെ തിരക്കുകൾ, മൂന്നവനുണ്ടാകുന്ന ദാരിദ്ര്യം. ആ ദാരിദ്ര്യത്തിൽ ഒരിക്കലും അവന് മോചനം നേടാൻ കഴിയുകയില്ല. നാലാമത്തെ കാര്യം റസൂലുള്ള പറയാണ്, വഅമലൻ ലാ യബ്ലുഗു മുൻതഹാഹു അബദാ, ഒരിക്കലും അറ്റമില്ലാത്ത അഭിലാഷങ്ങളും. ഇവിടെ ഇവൻ ഇതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്, ഈ വിഷയത്തിൽ തന്നെ ഇവന് വിഷമമാണ്. എന്നിട്ട് അതിന്റെ അപ്പുറത്തവൻ മറ്റുള്ള ആഗ്രഹങ്ങളുമായിട്ട് അവൻ നടക്കുന്ന ഒരു മാനസികാവസ്ഥ അവൻ ഉണ്ടാകുമെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. എല്ലാവരും ഒന്ന് സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഹബീബായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തറപ്പിച്ചുറപ്പിച്ചു വെക്കേണ്ടത്. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. പടച്ചവനെ, ഐഹികമായ ലോകം ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമാക്കല്ലേ. വലാ മബ്ലഗ ഇൽമിനാ, ഞങ്ങളുടെ അറിവിന്റെ ലക്ഷ്യം ദുനിയാവാക്കല്ലേ. നമ്മൾക്ക് ഏതറിവാണെങ്കിലും ആ അറിവ് കൊണ്ട് നമ്മൾ ദുനിയാവിടെ ലക്ഷ്യമാക്കിയാൽ അതിൽ ബറക്കത്തുണ്ടാവില്ല എന്നാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് ഡോക്ടറാണെങ്കിലും ശരി, എഞ്ചിനീയർ ആണെങ്കിലും ശരി, ഏതു മേഖലയിലുള്ള അറിവാണെങ്കിലും ശരി, മഹാന്മാരെയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതാ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലാ മബ്ലഗ ഇൽമിനാ, ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ എന്നെ വിളിച്ചു, അബൂ ഹുറൈറ അലാ ഉരീക ദുനിയാ ജമീഅഹാ ബിമാ ഫീഹാ, ഈ ദുനിയാവിലുള്ള ഈ ദുനിയാവ് എങ്ങനെയാണ്, അതിന്റെ അവസ്ഥകൾ എങ്ങനെയാണ് അബൂ ഹുറൈറ എന്നുള്ള കാര്യം താങ്കൾക്ക് ഞാനൊന്ന് കാണിച്ചു തരട്ടെയോ? ഫഖുൽതു ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ എനിക്കൊന്ന് കാണിച്ചു തരണം. ഫഅഖദ ബിയദി വഅതാ ബി വാദിയം മിൻ ഔദിയത്തിൽ മദീന, അങ്ങനെ റസൂലുള്ള എന്റെ കൈപിടിച്ചിട്ട് മദീനയിലുള്ള മലഞ്ചെരിവുകളിൽ ഒന്നിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ നോക്കിയപ്പോ
ഫഇദാ മിസ്ബലത്തുൻ ഫീഹാ റൂസു ഉനാസിൻ വഅദറാത്തുൻ വഖറഖുൻ വഇളാം. ഞാൻ അങ്ങനെ ചെന്ന് നോക്കുമ്പോ വലിയ ഒരു ശ്മശാനമാണ് ഞാൻ കണ്ടത്. ആ ശ്മശാനത്തിൽ കുറെ തലയോട്ടികളുണ്ട്, അവിടെ കുറെ ചവറുകളുണ്ട്, കുറെ കാഷ്ടങ്ങളുണ്ട്, കുറെ ചീഞ്ഞളിഞ്ഞ മൃതദേഹങ്ങളുണ്ട്. ആ മൃതശരീരങ്ങളെ പൊതിഞ്ഞിരുന്ന ചെറിയ ചെറിയ വസ്ത്രങ്ങളുടെ കഷ്ണങ്ങളുണ്ട്. എന്നോട് പറഞ്ഞു, അബൂ ഹുറൈറ, ഹാദിഹി റൂസുൻ കാനത് തഹ്രിസുക ഹിർസികും. ഈ തലയോട്ടികളുണ്ടല്ലോ, നിങ്ങളെപ്പോലെ ആഗ്രഹിച്ചിരുന്നവരായിരുന്നു, നിങ്ങളെപ്പോലെ കൊതിയുള്ളവരായിരുന്നു. ഈ മനുഷ്യന്മാരുണ്ടല്ലോ, വതഅകുലു വതഅമ്മലു കതഅമ്മുലികും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിച്ചവരായിരുന്നു. എന്നാൽ സുമ്മ ഹിയൽ യൗമ ഇളാമും ബിലാ ജൽദ്, ഇന്നതാ ഒരു തോല് പോലുമില്ലാത്ത വെറും എല്ലുകളായിട്ടത് മാറിയിരിക്കുന്നു. ഇനി അത് വെറും ചാരമായി മാറും. എന്റെ പ്രിയപ്പെട്ട അബൂ ഹുറൈറ, അതുകൊണ്ട് ദുന്യാവിന് വേണ്ടി ആരെങ്കിലും, ദുന്യാവിനെ കുറിച്ചോർത്ത് ആരെങ്കിലും കരയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കരഞ്ഞുകൊള്ളട്ടെ. അബൂ ഹുറൈറ, സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. അതാണ് ഹബീബിന്റെ ജീവിതം. ഹബീബായ പ്രവാചകൻ ഐഹികമായ ലോകത്തോടുള്ള ആഡംബരങ്ങളോടും സുഖങ്ങളോടുമുള്ള സമീപനം കാണിച്ചത് എങ്ങനെയാണ്? മാലി വലി ദുനിയാ, ഞാനും ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണ്? നിങ്ങൾ നോക്കൂ, ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാന്മാരായ അനുയായികൾ ചോദിച്ചിട്ടുണ്ട്, നബിയെ, നിങ്ങൾക്ക് ഞങ്ങൾ നല്ല ഒരു മെത്ത ഉണ്ടാക്കി തരട്ടെയോ? ഈ തപ്പനയുടെ നാര് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ മെത്ത, ഒരു ചെറിയ സുഖം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മെത്ത. ഹബീബായ പ്രവാചകർ ഒരിക്കലും അത് ആഗ്രഹിച്ചില്ല. റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോ, റസൂലുള്ളാഹിയുടെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ല. ആ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളിൽ ധാന്യങ്ങൾ പോലുമില്ല. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ പോയി കരഞ്ഞു, നബിയേ, കിസ്രയുടെയും കൈസറിന്റെയും അധിപന്മാർ, ആ രാജാക്കന്മാർ, അവർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോ, അവർ നല്ല ആഹാരം കഴിക്കുമ്പോ അങ്ങയുടെ അവസ്ഥ ഇതാണല്ലോ യാ റസൂലല്ലാഹ്. ഹബീബായ പ്രവാചകർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, അല്ലയോ ഉമറേ, നിനക്ക് സംതൃപ്തിയല്ലയോ? അന്തകൂന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ, അവർക്ക് ദുന്യാവാകൽ, നമുക്ക് പരലോകവും അല്ലാഹു നൽകൽ, നിനക്ക് സംതൃപ്തമല്ലയോ ഉമറേ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയ ചില മുന്നറിയിപ്പുകളുണ്ട്. ഇതൊക്കെ ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. ഒരിക്കൽ മഹാനായ സയ്യിദുനാ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ ബഹ്റൈനിലേക്ക് പറഞ്ഞയച്ചു. ബഹ്റൈനിൽ നിന്ന് അവിടെയുള്ള ജിസിയയും അവിടെയുള്ള ധനവും കൊണ്ടുവരാനാണ് മഹാനായ അബൂ ഹുറൈറ, ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. ബഹുമാനപ്പെട്ടവർ തിരിച്ചു വന്നപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വന്ന വിവരം നാട്ടിലാകെ പാട്ടായി. എല്ലാവരും അറിഞ്ഞു, മദീനയിലുള്ള എല്ലാവരും അറിഞ്ഞു. ആ വന്ന രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം സുബഹി നിസ്കരിക്കാൻ പോയപ്പോൾ ഫവാഫൗ സ്വലാത്തൽ ഫജ്രി, അവർ സുബഹി നിസ്കരിക്കാൻ എല്ലാ സ്വഹാബികളും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലമ്മാ സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻസറഫ, റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴോ
ഫതഅറളൂ ലഹു, അവരെ എല്ലാവരെയും നബി കണ്ടു. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന റആഹും, നബി അവരെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് പുഞ്ചിരിച്ചു. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ എന്ന്. നമ്മളെല്ലാവരും കൂടണമെങ്കിൽ അതിന് ചില ട്രിക്കുകളുണ്ട്. ഇവിടുത്തെ കാര്യമല്ല, നോട്ടീസിൻ്റെ താഴെ ഇന്ന് ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് നമ്മുടെ നോട്ടീസുകളിലൊക്കെ ഫ്ലക്സുകളിലൊക്കെ ഉണ്ടത് എങ്കിൽ നമ്മൾ കളിയാക്കി പറയുന്നതല്ല, പക്ഷേ സദസ്സിൻ്റെ ഒരു വലുപ്പവും അതിൻ്റെ ഒരു തിങ്ങലും എത്രത്തോളമായിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിച്ചാൽ തന്നെ അറിയാം. അങ്ങനെയാണ് ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. സ്വഹാബികൾ വരെ അങ്ങനെ ആയിപ്പോയി. അവരെല്ലാവരും വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അളുന്നുകും സമിഅതും, നിങ്ങളെ കുറിച്ച് ഞാൻ കരുതുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന്, അന്ന അബാ ഉബൈദ ഖദിമ ബിശൈഇൻ, നിശ്ചയമായും അബൂ ഉബൈദ എന്തോ സംഗതികളുമായി വന്നിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. ഖാലു, അവർ പറഞ്ഞു, അജൽ യാ റസൂലല്ലാഹ്, അതേ നബിയെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ശിറൂ, നിങ്ങളൊക്കെ സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് സന്തോഷമാകുന്നത് നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറയുന്നു, ഫവല്ലാഹ്, അല്ലാഹു തന്നെയാണ്, മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ഒരിക്കലും ഞാൻ ദാരിദ്ര്യത്തെ പേടിക്കുന്നില്ല, നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാവുകയില്ല. വലാകിന്നീ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കുമുദ് ദുനിയാ, നിങ്ങളുടെ മേലിൽ ദുനിയാവ് വിശാലമാക്കപ്പെടലിനെയാണ് ഞാൻ പേടിക്കുന്നത്. അപ്പോൾ ദുനിയാവെങ്ങാനും നിങ്ങൾക്ക് വിശാലമാക്കപ്പെട്ടാൽ ഫതനാഫസുഹാ, നിങ്ങൾ ആ ദുന്യാവിന് വേണ്ടി മത്സരിക്കുന്നതാണ്. നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ദുന്യാവിന് വിശാലമാക്കപ്പെട്ടപ്പോൾ ഐഹികമായ ലോകത്തിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുന്യാവിന് വേണ്ടി മത്സരിക്കുന്നതാണെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗൾഫിന്റെ സ്വാധീനം, സാമ്പത്തികമായ സൗകര്യങ്ങൾ നമുക്കെല്ലാവർക്കും നൽകിയപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, നമ്മുടെ പള്ളി എത്ര ഏക്കറിലാണ് നിൽക്കുന്നത് എന്ന്. എത്ര ഏക്കറിലാണ് നമ്മളുടെ ഖബർസ്ഥാൻ നിൽക്കുന്നത്. ഓരോ നാടുകളിലും 8, 10, 12, 15 ഏക്കറുകളുള്ള വലിയ വലിയ പള്ളി കോമ്പൗണ്ടുകൾ. ഇതൊക്കെ ആര് നൽകി? ദാരിദ്ര്യത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്ന, ഉടുതുണിക്ക് മറുതുണിയില്ലാതിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നൽകി, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ നൽകി. ആ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ വാഴ്ന്നു പറയുമ്പോ, അവർ പള്ളിക്ക് വേണ്ടി സ്ഥലം ചോദിക്കുമ്പോ, മദ്രസക്ക് വേണ്ടി സ്ഥലം ചോദിക്കുമ്പോ, ആ കെട്ടിടം പണിയാനുള്ള സൗകര്യങ്ങൾ ചോദിക്കുമ്പോ, കഷ്ടപ്പെട്ടിട്ടവർ ഉണ്ടാക്കിയ ആഭരണങ്ങൾ അവർ ഊരിക്കൊടുത്തു. അവർക്കതായിരുന്നു വലുത്. എന്നാൽ ഹബീബായ പ്രവാചകർ മുന്നറിയിപ്പ് നൽകിയ ആ ഒരവസ്ഥ, ദുന്യാവ് വിശാലമാക്കപ്പെട്ടപ്പോൾ ഫതനാഫസുഹാ, അയൽവാസിയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം എന്താണ്? എന്തേ കാര്യം? മതില് കെട്ടിയതായിരുന്നു പ്രശ്നം. മതില് കെട്ടിയപ്പോ ആ മതില് ഒന്ന് ചെറുതായിട്ടൊരു വളവുണ്ടായിരുന്നു. ആ വളവൊന്ന് നിർത്താൻ ശ്രമിച്ചതാണ്. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഒരു മരത്തിന്റെ കൊമ്പ് തന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. അതിന്റെ പേരിലാണ് പ്രശ്നം. ഫൽയുക്രിം ജാറഹു മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നയാൾ അവന്റെ അയൽവാസിയെ ബഹുമാനിക്കട്ടെ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ കൽപ്പന സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. പ്രസംഗം തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നേരമായി എന്ന് തോന്നുന്നു. എത്ര നേരമായി സേ പ്രസംഗം തുടങ്ങിയിട്ട്? എത്ര? 1 മണിക്കൂറായോ? 35 തുടങ്ങിയത്. 1 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രസംഗം കേട്ടാൽ വലിയ ക്ഷീണം വരും. പ്രസംഗിച്ചാൽ അതിലേറെ ക്ഷീണം വരും. മൈക്കൊക്കെ നല്ല സുഖം ഉണ്ടായതുകൊണ്ട് അല്ലേ? നല്ല സുഖമുള്ള മൈക്കാണ്. അതുകൊണ്ട് തന്നെ പറയാൻ നല്ല സുഖമുണ്ട്.
അക്സാണെന്ന് മാത്രം. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും റാഹത്താവും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കി. എല്ലാവരും ബിസ്മില്ല. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കി. ബിസ്മില്ല. ഒരു സ്വലാത്ത് ഒന്ന് ചൊല്ലി. എനിക്ക് അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ചെറുതായിട്ടൊരു വെള്ളം കുടിക്കാം ഇൻഷാ അല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഉറക്ക് അശ്രദ്ധ രണ്ടും പോയൊരു മാത്രം ഇരിക്കി, അല്ലാത്തവർക്ക് അവിടെ നിൽക്കി. ഉറക്കും അശ്രദ്ധയൊക്കെ പോയാലിരുന്നോളൂ. അൽഹംദുലില്ലാഹ്. കാരണം എന്താണെന്ന് വെച്ചാൽ മജ്ലിസുന്നൂറാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഉറക്കും അശ്രദ്ധയോടും കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സമാധാനം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ഉഷാറായ സ്ഥിതിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അത് മറ്റൊന്നുമല്ല, ബക്കറ്റുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് സംഘാടകർ വരുന്നുണ്ട്. സാന്ദർഭികമായിട്ട് പറയാണ്, നമ്മളുടെ നാട്ടിലുള്ള എല്ലാറ്റിനും പുരോഗതികളുണ്ടായി, പുരോഗതിയില്ലാത്ത ഒന്നുമില്ല. ഇപ്പം നമ്മൾ കണ്ടില്ലേ, പുരോഗതിയുടെ ഭാഗമായിട്ട് ചെറുതാവുകയാണ്. നമ്മളുടെ നാട്ടിലൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ പഴയ കാലത്ത് പറഞ്ഞ ഒരു വയൽ നടക്കുകയാണെങ്കിൽ ബോക്സൊക്കെ ഇങ്ങനെ അട്ടി ഉണ്ടാവും. അപ്പോൾ ആ ബോക്സിൻ്റെ ഒക്കെ സംവിധാനം ഇങ്ങനെ ചുരുക്കി ചുരുക്കി നാനോ ബോക്സുകളാക്കിയിരിക്കുകയാണ്. അതിനേക്കാളും വലിയ ശബ്ദം നിങ്ങൾക്ക് കേൾക്കും. എല്ലായിടത്തും പുരോഗതിയാണ്. എല്ലാ കാര്യങ്ങളും, പള്ളിയുടെ ഗേറ്റ് ആണെങ്കിലും മദ്രസയുടെ ബെഞ്ചാണെങ്കിലും ഡെസ്ക് ആണെങ്കിലും എല്ലായിടത്തും. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ സമുദായത്തിൽ പുരോഗതി വരാത്ത ഒന്നുണ്ടെങ്കിൽ ദീനിന്റെ കാര്യത്തിന് വേണ്ടി ബക്കറ്റുമായിട്ട് വരുമ്പോൾ അതിലിടുന്ന പൈസക്കാണ് ഒരു പുരോഗതി ഇല്ലാത്തത്. അതിൽ യാതൊരു മാറ്റമില്ല. മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും 10 റുപ്യ. ഇവിടെ അതുണ്ടോ? ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റണം. ഒന്ന് നോക്കാം, നമുക്ക് വെറുതെ ഒന്ന് നോക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കാം മാറുമല്ലേ എന്നുള്ളത്. ഒരു നഷ്ടവും നമുക്ക് വരില്ല. ആരും അറിയാത്ത ഒരു സദക്ക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പൈസ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ആ 10 രൂപ എന്നുള്ളതൊന്ന് മാറ്റിയിട്ട് നിങ്ങളെല്ലാവരും ഒരു 100 രൂപ എന്നിട്ട് നോക്കി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു വലിയ സംഖ്യയാണ്. 1 കിലോ മത്തി വാങ്ങണമെങ്കിൽ വില വേണപ്പോൾ 150 റുപ്യ. എത്രയാണ് 1 കിലോ മത്തിക്ക്? അത്ര വലിയ വില ഉണ്ട്. എന്നിട്ടാണ് നമ്മൾ ബക്കറ്റ് വരുമ്പോൾ അതാരും കാണൂലല്ലോ. ഇത് പണ്ട് രാജാവ് പറഞ്ഞതുപോലെ ആവരുത്. രാജാവ് ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് നാട്ടുകാരോട് പറഞ്ഞു, നാട്ടുകാരെ നമുക്ക് പള്ളി ഉദ്ഘാടനം ചെയ്യണം. പള്ളി ഉദ്ഘാടനം എല്ലാവരും രാത്രിയിൽ അവരവരുടെ വീട്ടിൽ നിന്ന് ഒരു ബക്കറ്റ് പാല് പള്ളിയുടെ ഹൗദിൽ കൊണ്ടുവന്ന് ഒഴിക്കണം എന്ന് പറഞ്ഞു. രാത്രി ആരും കാണാതെ ഒരു ബക്കറ്റ് പാല് പള്ളിയുടെ ഹൗദിൽ കൊണ്ടുവന്ന് ഒഴിക്കണം. എല്ലാവരും സമ്മതിച്ചു. ഞങ്ങളൊക്കെ പാല്. അങ്ങനെ സുബഹി നിസ്കാരത്തിന് വന്നാൽ നമുക്ക് എല്ലാവർക്കും പള്ളിയിലെ ആ ഹൗദിൽ നിന്ന് പാല് കുടിക്കാം എന്നാണ് രാജാവ് പറഞ്ഞത്. സുബഹിക്ക് എല്ലാവരും എത്തിയപ്പോൾ പള്ളിയുടെ ഹൗദിലുണ്ട് നല്ല പച്ചവെള്ളം. സംഭവം എന്താണെന്നറിയോ? എല്ലാവരും വിചാരിച്ചു എല്ലാവരും പാലൊഴിക്കുമ്പോൾ ഞാനൊരു ഗ്ലാസ് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ അതാരും അറിയില്ലല്ലോ. എല്ലാവരും അങ്ങനെ വിചാരിച്ചു. എന്നതുപോലെ ഇനിയിപ്പോൾ എല്ലാവരും 100 രൂപ ഇടുമ്പോൾ ഞാൻ മാത്രം 10 ഇടുന്ന സമയത്ത് അത് അറിയില്ലല്ലോ. നമ്മുടെ സഹോദരിമാരവിടെ വളർന്നൊക്കെ ഇരിക്കുന്നുണ്ട്. അവരോട് ഞാൻ പ്രത്യേകം പറയണം, അവരാണ് ആ കാര്യത്തിൽ വലിയ ജാഗ്രത കാണിക്കേണ്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചില ആളുകൾ 20 രൂപയുള്ളത് 2 10 ആക്കി വന്നവരുണ്ടാവും. ഇന്നിപ്പോൾ ഞാൻ അവരോടൊന്നും പറയുന്നില്ല, ഉള്ളത് നന്നായിട്ടിട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാളെ വരുന്ന സമയത്ത് 2 സ്വതക്കയായിട്ട് വരണം. അല്ല, 2 സ്വതക്കയായിട്ട് വരണം നാളെ. ഒന്നെന്താണ്? ഒന്ന് ബക്കറ്റിലിടാൻ നമ്മൾ പറഞ്ഞ ചുരുങ്ങിയത് 100 രൂപ. അതിനും പുറമെ ഒരു കവർ നിങ്ങളുടെ കയ്യിൽ തരുന്നുണ്ട്. നാളെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡൻ്റൊക്കെ വരുന്ന ദിവസമാണ്. അപ്പം നല്ല ദുആ ചെയ്യാനൊക്കെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ അതൊരു കടലാസിൽ എഴുതിയിട്ട് ആ കവറിലിട്ടിട്ട് കൊണ്ടുവന്നാൽ നാളെ ദുആ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് അതൊക്കെ ഒന്ന് വായിക്കും. അങ്ങനെ ഈ വാർഷികം കൊണ്ട് ഈ നാടിന് ഒരിക്കലും മറക്കാനാവാത്ത നല്ലൊരു സമ്മാനം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് സ്റ്റേജിൽ തന്നെ തുടങ്ങി, എല്ലാവരും തുടങ്ങി. ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ. ബിസ്മില്ലാ ബിസ്മില്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. സ്റ്റേജിൽ
അവരൊക്കെ നല്ല സ്വതക്കെട്ടിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. കുരിക്കൾ അപ്പോൾ 100 മാത്രമല്ല 200 ഇടുന്ന ആൾക്കാരുണ്ട്. അൽഹംദുലില്ലാ. ഇനി എല്ലാവരുടെ അടുത്ത് കൊടുക്കും. ശരിക്കും നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ തന്നെ വരേണ്ടതാണ്. അപ്പം എൻ്റെ പകരമായിട്ടാണ് വരുന്നത്. നല്ല സ്വതക്ക കൊടുക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. എന്ത് നിയ്യത്തോടെയാണോ നിങ്ങൾ ആ കീശയിൽ നിന്ന് ആ സ്വതക്ക എടുക്കുന്നത്, അള്ളാഹു തമ്പുരാൻ ആ മുറാദ് ഹാസിലാക്കി തരട്ടെ. അള്ളാഹു ആ ഉദ്ദേശ്യങ്ങൾ നിറവേറ്റി തരട്ടെ. പടച്ച തമ്പുരാനെ, ആ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനുഷ്യന്റെ സ്വഭാവം ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബ്, മനുഷ്യനെങ്ങാനും സ്വർണത്തിന്റെ 2 മലഞ്ചെരിവുകൾ ഉണ്ട് എങ്കിൽ ലബ്തഗാ ലഹുമാ സാലിസാ, ആ 2നും പുറമെ 3ാമത്തെ ഒന്നിനെ കൂടെ അവൻ ആഗ്രഹിക്കുമായിരുന്നു. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. ടോൾസ്റ്റോയിയുടെ ഒരു കഥയുണ്ട്, ലിയോ ടോൾസ്റ്റോയ്. ആ കഥാപാത്രത്തിന്റെ പേര് പാഹോ എന്നാണ്. പാഹോ എന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് കഥ. കഥയുടെ പേര് ഒരാൾക്ക് എത്ര ഭൂമി വേണമെന്നതാണ്. ടോൾസ്റ്റോയ് പറയുന്നത്, രാജാവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര ഭൂമി വേണം? ആ ഭൂമി നിങ്ങൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഓടി അതേ സ്ഥലത്ത് തിരിച്ചെത്തിയാൽ അത്രയും ഭൂമി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓടി, ചില ആളുകൾക്ക് 1 ഏക്കർ, ചില ആൾക്ക് 2 സെന്റ്, ചില ആൾക്ക് 10 സെന്റ്, അങ്ങനെ ഓടിയപ്പോ പാഹോ എന്ന ഒരു ചെറുപ്പക്കാരൻ വന്നു. ഇയാൾ ഓടാൻ തുടങ്ങി. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇയാൾ ഓടാൻ തുടങ്ങി. ഇയാൾക്ക് ഭൂമി അളക്കാൻ പോവുകയാണ്. ഓടിയിട്ട് അയാൾ ഇങ്ങനെ 1 കിലോമീറ്റർ കഴിഞ്ഞു, 2 കിലോമീറ്റർ കഴിഞ്ഞു, അവിടുന്ന് തിരിഞ്ഞു വരണം. അപ്പോഴയാൾ ചിന്തിക്കുകയാണ്, ഞാൻ തിരിഞ്ഞാൽ എനിക്ക് കുറച്ചല്ലേ ഭൂമി കിട്ടുകയുള്ളൂ. അങ്ങനെ പോയി അയാൾ ഇങ്ങനെ ഓടി അയാൾക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. ദാഹിച്ച് തൊണ്ട വരളുമ്പോഴും അയാൾ അത് അവസാനിപ്പിക്കുന്നില്ല. ഒടുവിൽ അയാൾ നിലത്തേക്ക് വീണുപോയി. വീണിടത്ത് കിടന്നയാൾ മരിച്ചുപോയി. രാജാവ് അന്വേഷിച്ചു, എവിടെയാണ് പാഹോ? അയാൾക്ക് എത്ര ഭൂമിയാണ് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു, അയാൾക്ക് 6 അടി മണ്ണ് മാത്രമാണ്. അതേ കിട്ടാനുള്ളൂ. ഏതൊരാൾക്കും അതേ കിട്ടാനുള്ളൂ ഈ ദുനിയാവിൽ നിന്ന്. അതുമാത്രമേ കിട്ടാനുള്ളൂ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യംലഉ ജൗഫ ബിനി ആദമ ഇല്ല തുറാബ്, മണ്ണല്ലാതെ മനുഷ്യന്റെ അകത്ത് ഒന്നും നിറക്കുകയില്ലെന്ന് ആദരവായ നബിയുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല ഒരു കഥ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് കുറച്ച് കൂടുതലുണ്ട്, ഞാൻ ചുരുക്കി പറയുകയാണ്. വളിരിബ് ലഹും മസലർ റജുലൈൻ, 2 ആളുകളുടെ കഥ നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഉപമ പറഞ്ഞു കൊടുക്കണേ. 2 ആളുകളുടെ കഥ നബിയെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണേ. ജഅൽനാ ലി അഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബ്, അതിൽപ്പെട്ട 1ാമത്തെയാൾക്ക് മുന്തിരിയുടെ 2 തോട്ടങ്ങൾ നാം നൽകുകയുണ്ടായി. വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർആ, ഈത്തപ്പനകൾ കൊണ്ട് ആ മുന്തിരി തോട്ടങ്ങൾ നാം വലയം ചെയ്യുകയും അതിന്റെ ഇടയിലൂടെ മറ്റ് കൃഷികളെ നാം നൽകുകയും ചെയ്തു. 2 തോട്ടങ്ങളും നല്ല തോട്ടങ്ങളാണ്, ലാഭകരമായ തോട്ടങ്ങളാണ്, ഇഷ്ടംപോലെ പഴങ്ങളാണ്. കിൽതൽ ജന്നതൈനി ആതത് ഉക്ലഹാ, 2 തോട്ടങ്ങളും അതിന്റെ വിഭവങ്ങൾ അയാൾക്ക് നൽകിക്കൊണ്ടേയിരുന്നു. വലം തളിലിം മിൻഹു ശൈആ, അയാൾക്ക് യാതൊരു കുറവും ആ തോട്ടത്തിൽ നിന്നുണ്ടായിട്ടില്ല. വകാന ലഹു സമർ, അവന് മറ്റൊരുപാട് ധനവും ഉണ്ടായിരുന്നു. ഈ 2 തോട്ടങ്ങൾക്ക് പുറമെ നമ്മൾ പറയുന്ന ആ കക്ഷിക്ക് ഒരുപാട് ധനങ്ങൾ പിന്നെയും ഉണ്ടായിരുന്നു. അപ്പൊ ഇയാളുടെ നില അങ്ങ് വിട്ടു. ഇയാൾ ചിന്തിക്കണം, നമ്മൾ എൻ്റെ വീട് വലുതാണ്, എൻ്റെ വീട്ടിലെ ടോയ്ലറ്റ് വിശാലതയുള്ളതാണ്, എൻ്റെ കാറ് മനോഹരമാണ്, വേണ്ട, എൻ്റെ ജോലി സ്റ്റാറ്റസ് ഉള്ളതാണ്, വേണ്ട. അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് ഖുർആൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളോട്, നിങ്ങളുടെ ഭർത്താവിൻ്റെ സഹോദരിയോട്,
നിങ്ങളുടെ സഹോദരന്മാരോട്, ആ സഹോദരന്മാരുടെ ഭാര്യമാരോട്, ഇങ്ങനെ നമ്മളുടെ ചുറ്റുപാടുകളിലുള്ളവരോട്. അല്ലാതെ നമ്മളാരും മൈക്ക് കെട്ടിയിട്ട് ഞാൻ വലിയ ആളാന്ന് പറയില്ലല്ലോ. അങ്ങനെയുള്ള ചെറിയ സംസാരം വലിയ അപകടമാണ്. കാരണം ഇവിടെ രണ്ടാളുകളെ സംസാരിച്ചിട്ടുള്ളൂ. നോക്കൂ നിങ്ങൾ, വഹുവ യുഹാവിറു, ആ ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആളോട് സംസാരിക്കുകയാണ്. തോട്ടമുള്ളയാൾ മറ്റേയാളോട് സംസാരിക്കുകയാണ്. ഞാൻ ആരാണ്? അന അക്സറു മിൻക മാലൻ വ അഅസ്സു നഫറാ, ഞാൻ നിന്നെക്കാൾ പണം കൂടിയവനും നിന്നെക്കാൾ സൗകര്യങ്ങൾ വർദ്ധിച്ചയാളുമാണ്. എനിക്ക് നിന്നെക്കാളും സൗകര്യങ്ങളുണ്ട്, നിന്നെക്കാളും സ്വത്തും പണവും ഒക്കെ എനിക്കുണ്ട്. അങ്ങനെ വദഖല ജന്നത വഹുവ ളാലിമുൻ ലിനഫ്സി, ഇവൻ ഏറ്റവും വലിയ അഹങ്കാരിയായി തന്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇവൻ കരുതുന്നത് എന്താണെന്നറിയോ? ഖാലമാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ, ഇതൊരിക്കലും നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വമാ അളുന്നു സ്സാഅത ഖായിമ, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. വലഇനി റുദിത്തു ഇലാ റബ്ബി, ഇനി ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് മടക്കപ്പെട്ടാലും എന്റെ റബ്ബ് എനിക്ക് ദുനിയാവിൽ ഒരുപാട് തന്നുവല്ലോ, അതുപോലെ എനിക്ക് ആഖിറത്തിലും നൽകുന്നതാണ്. ഇതാണ് ചില ആളുകളുടെ മനസ്സ്. ഞാൻ ഇപ്പൊ ദുനിയാവിൽ തെറ്റും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ കിട്ടി, ഇനി അവിടെയും എനിക്ക് കിട്ടിക്കോളും. ഖാല ലഹു സാഹിബു, ഈ കൂട്ടുകാരൻ ഇയാളോട് പറയാണ്, ഒന്നാമത്തെ ആളോട് പറയാണ്, വഹുവ യുഹാവിറു, ഇയാളോട് തർക്കിച്ചു പറയാണ്, അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ സവ്വാക റജുലാ, സഹോദരാ, നിന്നെ മണ്ണിൽ നിന്ന് പടച്ച അള്ളാഹുവിനോട്, നിന്നെ ഇങ്ങനെ ഒരൊറ്റ പുരുഷനായി സൃഷ്ടിച്ച അള്ളാഹുവിനോട് നീ നിഷേധം കാണിക്കുകയാണോ? വലൗലാ ഇദ് ദഖൽത ഖുൽത മാ ശാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിന്റെ തോട്ടത്തിലേക്ക് നീ കടന്നപ്പോൾ നീ പറയേണ്ടിയിരുന്നത് ലാ ഹൗല, ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല, വലാ ഖുവത, ഒരു തന്റെ ഇടവുമില്ല, ഒരു ശക്തിയുമില്ല, ഇല്ലാ ബില്ലാ, അല്ലാഹുവിൻ്റെതല്ലാതെ, അല്ലാഹു നൽകിയതാണിത്, അവൻ നൽകിയ കഴിവ് കൊണ്ടുള്ളതാണിത് എന്നല്ലേ നീ പറയേണ്ടിയിരുന്നത്. ഇവൻ വീണ്ടും തർക്കിച്ചു, ഇതൊക്കെ എന്റേതാണ്. ഖാറൂൻ പറഞ്ഞതുപോലെ പറഞ്ഞു. പിറ്റേ ദിവസം നോക്കുമ്പോൾ فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها, പിറ്റേ ദിവസം അല്ലാഹു തആല ആ തോട്ടത്തെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് ദുനിയാവിലുള്ള എല്ലാ ആഡംബരങ്ങളും. ഒന്നുകിൽ നമ്മൾ അങ്ങ് മരിച്ചു പോയേക്കാം, സ്വത്തങ്ങ് നശിച്ചു പോയേക്കാം. ഹബീബായ പ്രവാചകർ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഓതുകയാണ്, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങളെ തകാസുർ നശിപ്പിച്ചിരിക്കുകയാണ്. തകാസുർ എന്ന് പറഞ്ഞാൽ വർധനവിനെ തേടൽ നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു. അതേതുവരെയാ ഉണ്ടാവുക? ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ, നിങ്ങൾ ഖബറുകൾ കാണുന്നത് വരെ, അതുവരെയാണതുണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരവസരവുമില്ല. ഇത് പറഞ്ഞിട്ട് ഹബീബായ പ്രവാചകർ പറയുകയാണ്, യഖൂലുൽ അബ്ദു മാലി മാലി, മനുഷ്യന്മാര് പറയുന്നു എന്റെ ധനം എന്റെ ധനം, പക്ഷേ വലൈസ മിൻ മാലിഹി ഇല്ലാ സലാസ്, അവന്റെ ധനത്തിൽ നിന്ന് 3 എണ്ണം മാത്രമേ അവന് കിട്ടുകയുള്ളൂ. മാ അകലഫ അഫ്നാ, അവൻ തിന്നു നശിപ്പിച്ചത് അവന് കിട്ടിക്കഴിഞ്ഞു. ഔ ലബിസ ഫഅബ്ല, അവൻ നശിപ്പിച്ചവൻ ധരിച്ചു നുരുമ്പിപ്പോയത് അവന് കിട്ടിക്കഴിഞ്ഞു. ഔ അഅതാ ഫഖ്തനാ, അവൻ എന്ത് അല്ലാഹുവിന് വേണ്ടി നൽകിയോ, എന്ത് നാളേക്ക് വേണ്ടി അവൻ സൂക്ഷിച്ചു വെച്ചോ, അതവന് കിട്ടിക്കഴിഞ്ഞു.